വികസിത ഇന്ത്യക്കായി വികസിത കേരളം. അതെ, ഇതാണ് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിൽ വമ്പൻ മാറ്റമുണ്ടാകും എന്നാണ് മോദി കൊച്ചിയിൽ വന്നപ്പോൾ തെളിയിച്ചിരിക്കുന്നത്. ഇതതിൻ്റെ ഒരു തുടക്കമായിരിക്കും. അതായത് മാറാത്തതിനി മാറും, കേരളം കുതിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ മുദ്രാവാക്യം തന്നെ വളരെ അർത്ഥവത്താണ്, പ്രസക്തമായ മുദ്രാവാക്യം. അദ്ദേഹം പറഞ്ഞ 100% കറക്റ്റ്. എന്നിട്ട് അദ്ദേഹം ഒരു വാക്കുകൂടി പറഞ്ഞു, ഇത് മോഡിയുടെ ഗ്യാരണ്ടിയാണ്. അതെ, മോഡി ഗ്യാരണ്ടി. വികസിത ഭാരതം എന്നുള്ളത് കേരള വികസിതം എന്ന പേരാക്കി. അതുകൊണ്ടാണ് ആ ഒരു സന്തോഷത്തിൽ 10,800 കോടി രൂപയുടെ പുതിയ പ്രോജക്റ്റ് പദ്ധതി പുള്ളി അവിടെ പ്രഖ്യാപിച്ചത്. 11,000 കോടിയുണ്ട്, 200 കോടി രൂപ മറ്റേ വാട്ടർ ബോട്ടിങ്ങിന് വേണ്ടിയുള്ള ടൂറിസത്തിന് വേണ്ടി, ബാക്കി 10,800 കോടി രൂപയുടെ കേരള പദ്ധതി. അത് ശരിക്കും ജനാധിപത്യ പ്രക്രിയയിലും ഫെഡറൽ സംവിധാനത്തിലും ആ വേദിയിൽ മുഖ്യമന്ത്രിയും കൂടി വേണമായിരുന്നു. കാരണം മുഖ്യമന്ത്രിക്ക് എന്തോ ചില പഴയ അമ്മമാർ ചൊല്ലു പറയുമല്ലോ, നാവിൽ വിരട സരസ്വതി വരുമെന്ന് പറയും പോലെ, എന്തോ CM ആരോ പിടിച്ചു മാറ്റിയതുപോലെ. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുവിധം കേരളത്തിൽ അഴിമതിയുണ്ട്, കേന്ദ്രം കൊടുത്ത കംപ്ലീറ്റ് നടന്നിട്ടില്ല. പക്ഷേ എന്നാലും കുറേ ഡെവലപ്മെൻ്റ് ഉണ്ട്, ഇല്ലെന്ന് നമുക്കത് നിഷേധിക്കാൻ നോക്കൂല. നമുക്ക് സത്യം പറഞ്ഞല്ലേ ഒക്കുള്ളൂ. ഈ യോഗത്തിൽ കൂടി മുഖ്യമന്ത്രി ഉണ്ടായിരുന്നിരുന്നു എങ്കിൽ കോൺഗ്രസിൻ്റെ അധപ്പതനം ഇവിടെ ഉണ്ടാകുമായിരുന്നു. ഒരു പുതിയ കേരളത്തിന് വേണ്ടി നടക്കുന്നവർക്കൊരു തിരിച്ചടി കിട്ടി. അതെന്തോ ഒരു അദൃശ്യ ശക്തി CM മാറ്റിയെന്നാണ് തോന്നുന്നത്. അതാണ് റിയാസ് മിനിസ്റ്ററെ വിളിച്ചില്ല എന്ന് പറഞ്ഞ് ഒന്നടങ്കം ക്യാബിനറ്റ് CM ഉൾപ്പെടെയുള്ള ഒരു യോഗം ബഹിഷ്കരിച്ചത്. അതിനകത്ത് കൃഷ്ണൻകുട്ടി മിനിസ്റ്ററെ വിളിച്ചിരുന്നു, രാജീവ് മിനിസ്റ്ററെ വ്യവസായ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ക്ഷണിച്ചിരുന്നു, CM ക്ഷണിച്ചിരുന്നു. പക്ഷേ PWD മിനിസ്റ്ററെ വിളിച്ചില്ല എന്നുള്ളത് ഒറ്റ കാരണത്താലാണ് അത് ബഹിഷ്കരിക്കുക. പിന്നെ അങ്ങോട്ട് വാദപ്രതിവാദങ്ങളും അമ്മാവിയപ്പൻ എന്നുള്ള വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാത്തതൊക്കെ വന്നു. അതൊക്കെ വേദനാജനകമാണ്. പക്ഷേ എന്നിരുന്നാലും ഈ 11,000 കോടി രൂപയുടെ പ്രോജക്റ്റ് നരേന്ദ്രമോദി പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിൻ്റെ ജനങ്ങളുടെ ആ വികാരം സാധാരണക്കാരനായ ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡിജി മനസ്സിലാക്കി എന്നുള്ളതും, കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് BJPക്ക് മേയർ കിട്ടി എന്നുള്ളത് കൊണ്ടുമാണ് അത്തരത്തിലുള്ള നല്ല വാക്കുകൾ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ കാവൽക്കാരൻ പ്രഥമനിൽ നിന്ന് വായിൽ നിന്ന് വരുവാൻ കഴിഞ്ഞു. എത്രയെത്ര പ്രഖ്യാപനം അവിടുത്തെ LNG പദ്ധതിക്ക് വേണ്ടി, ഷിപ്പ്യാർഡിന് വേണ്ടി, മറ്റേ ഏവിയേഷൻ നാവിക അക്കാഡമിക്ക് വേണ്ടി പല പ്രോജക്റ്റുകൾ, തിരുവനന്തപുരത്തിൻ്റെ നമ്മുടെ ബ്രഹ്മോസിന് വേണ്ടി. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തെ സസൂക്ഷ്മം വീക്ഷിക്കുകയും വളരെ കഴിവുള്ള അഭ്യസ്ത വിദ്യരും ടെക്നിക്കൽ ഉള്ള വിദ്യാർത്ഥികളുള്ള സംസ്ഥാനമാണെന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന് കേരളത്തോടൊരു സ്നേഹം. അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റിൽ തന്നെ അദ്ദേഹം മുമ്പ് എഴുതിയിട്ടുണ്ട്, ഏത് രാജ്യത്ത് പോയാലും ഒരു മലയാളി ഉദ്യോഗസ്ഥനോ IT കാരനോ ഇല്ലാത്ത രാജ്യങ്ങളില്ല എന്നാണ്. അതെ, എവിടെ പോയാലും. ഇപ്പം അവസാനം റുഗാണ്ടയിൽ തന്നെ പോയപ്പോൾ അവിടെ മലയാളികളാണ് ഏറ്റവും കൂടുതൽ പാടങ്ങളെടുത്ത് കൃഷി ചെയ്യുന്നതും ക്യാരറ്റും ക്യാബേജും ഒക്കെ ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതും. അത് പറഞ്ഞു, ഞാൻ എവിടെ പോയാലും മലയാളിയുണ്ട്, വെരി വെരി പ്രൗഡ് ഓഫ് മലയാളി. അപ്പം അത്തരത്തിൽ എന്തോ ഒരു ഇത് മോഡിജിക്ക് മലയാളികളോടൊരു പ്രത്യേക സ്നേഹം. ചേട്ടാ ശ്രദ്ധിച്ചാണ്, അദ്ദേഹം മുണ്ടുടുത്താണ് നമ്മുടെ ആ മത്സ്യ പ്രവർത്തക സംഘത്തിൻ്റെയും ധീവരസഭയുടെ യോഗത്തിലെത്തിയത്. കേരളത്തിലെ കശവും മുണ്ടും അതേപോലെ വെള്ള ഉടുപ്പും ഇട്ട് നേരിയതും ഇട്ട് നമ്മൾ ആ ഒരു വീട്ടിനകത്തെ പഴയ കാരണവർ ഓണത്തിന് എല്ലാം ഉടുത്ത് ചാരുകസേരയിൽ ഇരിക്കുന്ന ആ ഒരു രംഗം. അപ്പോൾ എന്തോ ഒരു ഇന്ത്യൻ പ്രഥമനപ്പുറം ഒരു അദൃശ്യ ശക്തി പുള്ളിക്ക് ഭഗവത് സൈഡിൽ നിന്നാണോ പൂർവികരിൽ നിന്നാണോ പുള്ളിയുടെ ആ ഒരു സംഘപ്രവർത്തനത്തിൻ്റെ ഒരു ശക്തി പുള്ളിക്കുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ഭവ്യത കേരളത്തോട്, പ്രത്യേകിച്ച് മലയാളികളോട് നമ്മുടെ ഇന്ത്യൻ കാവൽക്കാരനുണ്ട്.
അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിൻ്റെ വികസനം, കേരളം രക്ഷപ്പെടണം. കാരണം ഇത്രയും കാലം LDF UDF എന്ന് പറഞ്ഞ് മാറി മാറി 5 വർഷം LDF 5 വർഷം UDF 5 വർഷം LDF 5 വർഷം UDF ഇങ്ങനെ മാറി പുതിയൊരു മാറ്റം കേരളത്തിൽ വരുമെന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ലോക രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടാണ് കാണുന്നത്, നമുക്ക് വിദേശ മാധ്യമങ്ങളിൽ കൂടി അറിയുവാൻ കഴിയുന്നത്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ കേരളത്തിലെ ജനങ്ങളുടെ ആ ഒരു ഇത് തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് വേണ്ടി നമ്മുടെ രാജേഷ് ജിയെ മേയറായിട്ട് എലക്ട് ചെയ്തത് പുള്ളിക്ക് അതിയായ സന്തോഷമാണ്. ആ ഒരു സന്തോഷം. ഇപ്പോൾ പലരും അദ്ദേഹത്തെ ആക്ഷേപിച്ചു, ഇവിടെ വരും 45 ദിവസം കഴിയും, ഒന്നും പ്രഖ്യാപിച്ചില്ല, ഇതെന്തോന്ന് മോഡിയാണ്, ഇതൊക്കെ ഉഡായിപ്പാണ്, മറ്റതാണ്, പല ആക്ഷേപങ്ങളും. എനിക്കത് കഴിഞ്ഞ ദിവസത്തെ ആ വരവിൽ തന്നെ ഈ ധീവരസഭയുടെ ഒക്കെ വലിയ പിന്തുണ അതെ കിട്ടിയിട്ടുണ്ട്. ഒരു ധീവരസഭ എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമൊന്നുമല്ല. 22.5% വോട്ട് കാഞ്ഞങ്ങാട് മുതൽ നമ്മളെ മഞ്ചേശ്വരം മണ്ഡലം മുതൽ പാറശാല വരെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന അതർ ബാക്ക്വേർഡ് കാസ്റ്റ് കഴിഞ്ഞാൽ വോട്ടുള്ളത് ധീവരസഭയ്ക്കാണ്. മത്സ്യ തുറമുഖ അരയർ സമുദായം. അല്ല, എപ്പോഴും വോട്ട് BJPക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ തീരദേശ മേഖലയിൽ നിന്നാണ്. കറക്റ്റ്. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ നമുക്കറിയാം തീരദേശ മേഖല. ഈ തീരദേശ മേഖല എണ്ണുമ്പോൾ മാത്രമാണ് കോൺഗ്രസ് കയറി വന്നിട്ടുള്ളത്. അത് ചേട്ടൻ ശ്രദ്ധിച്ച അതിലൊരു പ്രത്യേകത, അദ്ദേഹത്തിന് കൊടുത്ത ഉപഹാരം കണ്ട മത്സ്യാവതാരമാണ്. അതെ അതെ, ആ മത്സ്യഞ്ജൻ അത് അദ്ദേഹം എടുത്തു വച്ചിട്ട് തന്നെ ധീവരസഭയുടെ ജനറൽ സെക്രട്ടറിയും സീനിയർ വൈസ് പ്രസിഡന്റ് പൂന്തറ ശ്രീമാർ കൊടുത്തപ്പോൾ മത്സ്യത്തിന് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കുക. എന്നിട്ട് SPG കാർ വന്ന് മേടിച്ചിട്ടും ഫുൾ അദ്ദേഹം അതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചിട്ടാണ് കൊടുത്തത്. അപ്പം അത്തരത്തിൽ കേരളത്തിൻ്റെ അധകൃത വർഗ ലീഗിൽപ്പെട്ടവരും പിന്നോക്കക്കാരും നരേന്ദ്രമോദിയുടെ പിന്നിലുണ്ടതിൻ്റെ തെളിവാണ്. അപ്പം തീരദേശ മേഖലയിലെ വോട്ട് ഇത്തവണ മറിയും എന്നാണല്ലേ? മറിയും, ഉറപ്പായിട്ടും മറിയും. കാരണം അതിൻ്റെ ആണല്ലോ ഇപ്പം മനോരമ, 24, മാതൃഭൂമി 3 സർവേ പറയുന്നു 2 കൂടുതൽ BJPക്ക് പോകില്ല. ആകെ 2 സ്ഥലമാണ് നേമവും നമ്മുടെ കഴക്കൂട്ടവും. ഇത് രണ്ടുമേ 45-ന് മുകളിൽ വോട്ട് വന്നിട്ടുള്ളൂ കോർപ്പറേഷനിൽ, കിട്ടുകയില്ല. പക്ഷെ അത് തിരിഞ്ഞ് ഡൽഹിയിലുള്ള തുഗ്ലക് പോലുള്ള മാസികകൾ എഴുതിയിരിക്കുന്നു 10-നും 18-നും ഇടയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം എന്നും കേരളത്തിലുള്ള ഈ ഇടതുപക്ഷ ചായ്വ് മാധ്യമങ്ങൾ നരേന്ദ്രമോദിയെ ഒരു പത്രവും ഒരു ചാനലും ഉയർത്തി കാണിച്ചിട്ടില്ല, വിമർശിച്ചിട്ടേ ഉള്ളൂ. അപ്പം അത് ഈ ചാനലുകളൊന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടുമെന്നും പറഞ്ഞിട്ടില്ല. വ്യക്തമായ ഇടതുപക്ഷ നിരീക്ഷണത്തിലുള്ള കൂടുതലും ജേർണലിസ്റ്റുകൾ പഴയകാല SFIക്കാരാണ്. അതുപോലെ ഇടതുപക്ഷ എത്ര മുഖ്യമന്ത്രി മോശമാണ് എങ്കിലും എന്ത് അഴിമതി കാണിച്ചാലും അവസാനം മുഖ്യമന്ത്രിക്ക് പിന്തുണയായിട്ടേ ഈ മാധ്യമങ്ങൾ എത്തിയിട്ടുമുള്ളൂ. അതിൽ ശകല അല്പസ്വല്പ വ്യത്യാസമുള്ളത് മനോരമ മാത്രം. അപ്പം അതുപോലും പറയാതെ നോർത്ത് ഇന്ത്യയിലുള്ള സർവേ ഇന്നലെയിൽ വന്നിരിക്കുന്നത് 10-നും 18-നും ഇടയ്ക്ക് സീറ്റ് BJP. ചിലപ്പോൾ കേരളത്തിനകത്ത് അസംബ്ലിയിൽ ഒരു തൂക്കുസഭ വരും. ഇതിൻ്റെ കാരണക്കാരനായിരുന്നേക്കും ഇവിടുത്തെ BJP പുതിയ പ്രസിഡൻറ്റിൻ്റെ കേന്ദ്ര നരേന്ദ്രമോദിജിയും നഡ്ഡാജിയും കൊടുത്തതിൻ്റെ ഒരു ഫലം. അത് ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ മെയിൻ ആളെന്ന് പറയുന്നത് ഇന്നലത്തെ എറണാകുളം പരിപാടി കൊണ്ടിട്ട് മനസ്സിലായി. നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവമാണ് കേരളത്തിൽ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.